VG ടൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കുറേ പേര് നമ്മുടെ അടുത്ത് സംശയം ചോദിക്കണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സെക്യൂരിറ്റി കയറിയതിന് ശേഷം അതിൻ്റെ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം. നമ്മൾ ഒന്നുകൂടി എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ താഴെ സെറ്റിങ്സിൽ മാനേജ് സെറ്റിങ്സിൽ കയറിയതിന് ശേഷം ഈ എല്ലാ പ്രൊട്ടക്ഷനും ഓഫ് ആക്കി കേട്ടോ. അതിൻ്റെ യെസ് കൊടുക്കുക. അതേപോലെ വരുമ്പോൾ യെസ് കൊടുക്കുക നമ്മൾ. അതുപോലെ തന്നെ ക്ലൗഡ് ഡെലിവേർഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ സാമ്പിൾ സബ്മിഷൻ ഒക്കെ ഓഫ് ചെയ്തിടാം. താഴത്തോട്ട് നീക്കിയിട്ട് ഈ ടാമ്പർ പ്രൊട്ടക്ഷൻ കൂടി നമ്മൾ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്തില്ല, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിന് ശേഷം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ ഫസ്റ്റ് തന്നെ. അതിനുവേണ്ടി നമ്മൾ VG ടൂളിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനൊരു പാസ്വേഡ് ഉണ്ടാവും. അത് ഓരോ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പാസ്വേഡ് റിമൂവ് ചെയ്ത് കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ കോപ്പി ചെയ്യാറുണ്ട്, അവിടെ നമ്മൾ ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഒരു ഫ്രഷ് ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ പലർക്കും ഡൗട്ട് വരുന്നത് ഇത് പുതിയൊരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഇതോടുകൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കോപ്പി ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് തന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്ത പാസ്വേഡ് ചോദിക്കും. അതിന് ശേഷം മാത്രമേ ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡർ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റ് ആണെന്ന് നോക്കി വെച്ചിട്ട് അതിനകത്ത് പാസ്വേഡ് ഉണ്ടാവാതെ എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെ 2 ഫയലാണ് കിട്ടുന്നത്. ആൻറ്റിവൈറസ് എനേബിൾ ആണെങ്കിൽ മുകളിൽ കാണുന്ന ക്രാക്ക് ഫയൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. താഴെ കാണുന്നതാണ് സെറ്റപ്പിൻ്റെ ഫയൽ. അത് ഇത്തിരി റൺ ആവാനായിട്ട് സമയമെടുക്കും. നമ്മൾ യെസ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ്റെ ഡയറക്ടറൊക്കെ ചോദിക്കും. ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇത് കുറേ നേരം പിടിക്കും കേട്ടോ ഇൻസ്റ്റാൾ ആവാനായിട്ട്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ക്രാക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ലോഞ്ച് VG ടൂൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ചെറിയ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഒന്നുകൂടി ക്ലോസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എടുക്കാം. അപ്പോൾ ഈ ക്രാക്ക് ഓപ്പൺ ചെയ്തിട്ടേക്ക് അതിന് ശേഷം നമ്മൾ ടൂള് നമ്മൾ ഓപ്പൺ ആക്കാം കേട്ടോ. അത് ഞാനൊന്നും കൂടി എടുക്കണം. VG ടൂളിലൂടെ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കീ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. ഓഫ്ലൈൻ മെത്തേഡിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഈ കീ ജെൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ലോഡാൻ സമയമെടുക്കും ടൂള്. അപ്പോൾ ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ടൂള് ലോഡായിട്ടുണ്ട്. അതിലൂടെ ഓഫ്ലൈൻ മെത്തേഡ് ചൂസ് ചെയ്യുക. അതിൻ്റെ ശേഷം ഇവിടെ കീ അടിക്കാനായിട്ടുള്ള ഓപ്ഷനും കാണിക്കും. പക്ഷേ അതിന് മുന്നേ നമ്മളതിൻ്റെ ഈ യൂസർ നെയിം പോലെ കാണിക്കുന്ന ഈ സംഭവം, അതായത് അതിൻ്റെ ടോക്കൺ നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ക്രാക്കിൽ പോയിട്ട് അവിടെ ചോദിക്കണ്ട, അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കീ നമ്മൾ ജനറേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുന്നതാണ്. ഈ കീ കോപ്പി ചെയ്ത് നമ്മളൊരു പ്രാവശ്യം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സേവ് ആവുന്നതാണ്. നമ്മൾ ഇത് തിരിച്ച് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. പിന്നെ നമുക്ക് FRP ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൻറ്റിവൈറസ് പിടിക്കാൻ ചാൻസ് ഉള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറസിൻ്റെ ആ മെനുവിൽ പോയിട്ട് അലോ ആക്സസ് ഈ സോഫ്റ്റ്വെയറിന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സോഫ്റ്റ്വെയർ വൈറസ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കാണിക്കില്ല. ഇത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകില്ല കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നീഷ്യന്മാരായ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.